നമ്മളെ നാട്ടിൽ സാധാരണ വീടുകളൊക്കെ ബിൽഡ് ചെയ്യുമ്പോഴേ ചെറിയ വീടായിക്കോട്ടെ വലിയ വീടായിക്കോട്ടെ നമ്മൾ എന്താ ചെയ്യുക കോൺട്രാക്ടേഴ്സോ അല്ലെങ്കിൽ സാധാരണ ആളുകൾ ചെയ്യുമ്പോൾ അവർക്ക് ഒരു വീടായിരിക്കും അല്ലെങ്കിൽ 2-3-4 വീടിനും കൂടി ലിങ്ക് ചെയ്തുകൊണ്ട് അതിനുള്ള മെറ്റീരിയൽ ലോക്കലി സോഴ്സ് ചെയ്യും, വർക്കേഴ്സിനെ ലോക്കലി അടുത്തുള്ള അല്ലെങ്കിൽ ഹിന്ദിക്കാരാണെങ്കിൽ സോഴ്സ് ചെയ്യും, അതല്ലെങ്കിൽ കൺസൾട്ടൻസിനെ സോഴ്സ് ചെയ്യും. അങ്ങനെയാണല്ലോ ചെയ്യുക. നമ്മളെ സംബന്ധിച്ച് അങ്ങനെ വരുമ്പോൾ കോസ്റ്റ് അല്പം കൂടുതൽ വരികയും ഒക്കെ, അതായത് വർക്ക് ചില ദിവസം ലീവ് ഉണ്ടാവും, ചില ദിവസം വർക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് അതുവരെ മെറ്റീരിയൽ ഡെലിവറിന് കുറച്ചായിരിക്കും ക്വാണ്ടിറ്റി, അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് കോസ്റ്റ് കൂടുതൽ വരല് ഞങ്ങൾക്ക് നോട്ടീസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ടീം അതിൻ്റെ അകത്ത് R&D ചെയ്ത് വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡർഡൈസ്ഡ് മെത്തേഡ് ഉണ്ടാക്കിയിട്ട് കളക്റ്റീവായിട്ട് നമ്മുടെ ഡിജിറ്റൽ സിസ്റ്റം അല്ലേ, വലിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അല്ലേ, ഈ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് കൂടെ എല്ലാ കളക്റ്റീവ് സിസ്റ്റംസും കൂടി പ്ലഗ് ഇൻ ചെയ്ത് ടോട്ടൽ എത്ര സിമെൻറ്റ് വേണ്ടി വരും, ടോട്ടൽ എത്ര എംസാൻഡ് വേണ്ടി വരും, ടോട്ടൽ എത്ര സ്റ്റീൽ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഫ്ലോറും എല്ലാ സാധനവും. അപ്പോൾ അങ്ങനെ ബൾക്ക് വോള്യൂം വരുമ്പോൾ മാനുഫാക്ചറിൻ്റെ ഡയറക്റ്റ്, അതേപോലെ തന്നെ കൺസൾട്ടൻസിൻ്റെ അടുത്ത്, അതേപോലെ തന്നെ വർക്കേഴ്സിൻ്റെ അടുത്തൊക്കെ ഏറ്റവും മിനിമം കോസ്റ്റിൽ നമ്മൾക്ക് മൊബിലൈസ് ചെയ്യാൻ കഴിയും. അപ്പോൾ എന്താണ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്? ദ പവർ ഓഫ് വോള്യൂംസ്, വലിയ വോള്യത്തിൻ്റെ പവർ ഓരോ ആളുകൾക്കും നമ്മൾക്ക് കൊടുക്കാൻ കഴിയുന്ന മെത്തേഡ്. ഇത് നമ്മൾക്ക് ഈ ഡിജിറ്റൽ സിസ്റ്റത്തിൻ്റെ അത് കൂടെ മാത്രമേ പറ്റുള്ളൂ. ഈവൻ നിങ്ങൾ ഒറ്റയ്ക്ക് ഇനി ഡിജിറ്റൽ സിസ്റ്റത്തിൽ കൂടെ അല്ല, CT ബിൽഡേഴ്സ് ആപ്പിൽ കൂടെ അല്ല, നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റാവുന്ന പോലെയൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മെറ്റീരിയൽ എസ്റ്റിമേറ്റ്, ലേബർ എസ്റ്റിമേറ്റ് ഒക്കെ ഉണ്ടാക്കിയാൽ അതിൻ്റെ വോള്യം ഒക്കെ സോഴ്സ് ചെയ്ത് പറ്റാവുന്നത്രയും കുറച്ച് ഡിസ്കൗണ്ടൊക്കെ വാങ്ങി കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അത് ഇതിൻ്റെ ഈ സിസ്റ്റത്തിൻ്റെ അത് കൂടെ പോകുമ്പോഴുള്ള ആ ഡിജിറ്റൽ പവർ ഓഫ് വോള്യവുമാണ് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്നാലും ഡയറക്റ്റ് ചെയ്യുമ്പോൾ പറ്റാവുന്നതിൻ്റെ പരമാവധി നോക്കുക, അതല്ലേ നമുക്ക് കഴിയുള്ളൂ. അത് നന്നായിട്ട് പഠിച്ച് വൃത്തിയായിട്ട് ചെയ്യാം.